രാഷ്ട്രീയ വിയോജിപ്പുകൾ അധികാരത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ട് നേരിടുന്ന മോദി സർക്കാരിന് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നു. പ്രബീർ പുരകായസ്ഥക്കെതിരായ ഇഡി കേസ് സമ്പൂർണ്ണമായി കോടതി തള്ളി. അനധികൃതമായി വിദേശ ഫണ്ട് സ്വീകരിച്ചെന്ന കാരണം പറഞ്ഞാണ് പ്രബീർ പുരകായസ്ഥയെയും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിനെയും ഇഡി കേസിൽപ്പെടുത്തിയത്. മോദി സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും നിരന്തര വിമർശകനായ പ്രബീർ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായിരുന്നു. ഇക്കാരണത്താൽ ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നും 115 കോടി രൂപ പ്രബീർ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ വാദം. ഇതേ തുടർന്ന് 2023 പ്രബീറിനെ അറസ്റ്റ് ചെയ്തു. 2024 മെയ് വരെ ഈ അറസ്റ്റ് തുടർന്നു. 7 മാസത്തെ ജയിൽവാസത്തിനു ശേഷം സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ഇദ്ദേഹം ജയിൽ മോചിതനായിരുന്നു. ഈ കേസ് കോടതി തള്ളിക്കളഞ്ഞതോടെ 2 പ്രധാന രാഷ്ട്രീയ കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന്, സ്വതന്ത്രവും നീതിയുക്തവുമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ആവശ്യകത ഈ കോടതി വിധിയോടെ ഒന്നുകൂടി ജനശ്രദ്ധ നേടുകയാണ്. അധികാരത്തിന്റെ ദുർവിനിയോഗത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ അടി കൂടിയാണിത്. 2, ഇഡി എന്ന മോദിയുടെ എക്സ്റ്റൻഡ് ഡിക്റ്റേറ്റർഷിപ്പിന്റെ വിശ്വാസ്യത ഒരിക്കൽ കൂടി തകർന്നു. മുൻപ് തന്നെ മോദിക്കെതിരെ നിൽക്കുന്നവരെ ഭയപ്പെടുത്താൻ ഇഡിയെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിരുന്നു. ഈ ഭയപ്പെടുത്തലാണ് ന്യൂസ് ക്ലിക്കിന്റെ മാധ്യമ മുറിയിലേക്കും നീണ്ടത്. മോദി കോർപ്പറേറ്റ് തീവ്ര വലതുപക്ഷത്തിനെതിരെ നിരന്തര പ്രതിരോധ ശബ്ദമായിരുന്നു ന്യൂസ് ക്ലിക്ക്. ഭരണത്തിന്റെ ഓരോ പോരായ്മകളും കൃത്യമായി പറയാൻ ന്യൂസ് ക്ലിക്ക് ധൈര്യം കാണിച്ചിരുന്നു. പല ദേശീയ മാധ്യമങ്ങളും മോദിയുടെ ഒഴുക്കിന് അനുകൂലമായി നിന്ന് നിശബ്ദരായപ്പോൾ അതിനെതിരെ നീന്തിയ അപൂർവ മാധ്യമങ്ങളിലൊന്നായിരുന്നു ന്യൂസ് ക്ലിക്ക്. ഇതോടെ ന്യൂസ് ക്ലിക്കിനെ ഏത് വിധേനയും പൂട്ടാൻ കേന്ദ്രം ഇഡിയെ ഇറക്കി. മോദിക്ക് വേണ്ടി ഇഡി നടത്തുന്ന വിടുവേലയെ കണക്കിനാണ് ഇന്നലെ ഹൈക്കോടതി ശകാരിച്ചത്. രാജ്യം നേരിടുന്ന ജനാധിപത്യ തകർച്ചയ്ക്കും അസ്വാതന്ത്ര്യത്തിനുമെതിരായ പോരാട്ടങ്ങൾക്കുള്ള സമീപകാലത്തെ ഏറ്റവും മികച്ച മുദ്രാവാക്യമായി പ്രബീർ പുരകായസ്ഥയുടെ ഇഡി കേസിലെ വിടുതൽ മാറുകയാണ്.